ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ചതിന് ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് മേഴ്സി. ഞാൻ കാസർഗോഡ് ജില്ലയിൽ കള്ളാർ ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്ത് 2019 ജൂൺ 7-നാണ്. എൻ്റെ നിയോഗങ്ങൾ ഏറ്റവും ആദ്യം എനിക്ക് മാതാവിനെ കാണണം എന്നായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഇവിടെ രാജമ്മ എന്ന് പറഞ്ഞൊരു സഹോദരി സാക്ഷി യൂട്യൂബിൽ കൂടി സാക്ഷി പറയുന്നത് ഞാൻ കേട്ടതാണ്. ഉടമ്പടി എടുത്ത് വന്നു, മാതാവിനെ കണ്ടു. അങ്ങനെ എനിക്ക് മാതാവിനെ കാണുന്ന ഭയങ്കര ആഗ്രഹമായി. ഞാൻ പല സാക്ഷ്യങ്ങളും കേട്ടു. അങ്ങനെ സാക്ഷ്യത്തിലെല്ലാം ഉടമ്പടി, നേർച്ച വസ്തുക്കൾ, കൃപാസന പത്രം ഇങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടത്. അങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ ഇവിടെ വരണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. കാരണം മാതാവിനെ എനിക്ക് വളരെയേറെ ഇഷ്ടമായിരുന്നു. മാതാവ് എൻ്റെ കുഞ്ഞുനാളിൽ മുതലേ മാതാവിനെ ഞാൻ വിളിക്കുമായിരുന്നു. എൻ്റെ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനയെല്ലാം മാതാവിനോടായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ കൂടുതലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാതാവിനോടായിരുന്നു. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങളും വേദനകളൊക്കെ എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ തമാശനാണേലും നീ ഉണ്ടായപ്പോൾ മുതൽ ദാരിദ്ര്യമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലെ മൂത്ത ആളായിരുന്നു, 6 മക്കളിൽ മൂത്തത്. അപ്പോൾ അവർ എന്തെങ്കിലും ചെയ്ത് ഇളയത്തങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്നെ പിടിച്ചടിക്കും. അപ്പം എല്ലാം ഞാൻ മാതാവിനോട് കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ മാതാവിൻ്റെ പള്ളിയായിരുന്നു എൻ്റെ സ്കൂളിനടുത്തുണ്ടായിരുന്നത്. അവിടെയും പോയിരുന്ന അങ്ങനെ എപ്പോഴും അമ്മേനെ നോക്കിയിരിക്കും. അങ്ങനെ ഞാൻ എപ്പോഴും ഒത്തിരി ജപമാലയൊക്കെ ചെല്ലാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോൾ മാതാവിനോട് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പം മാതാവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ 6-7 മാസമൊക്കെ പ്രാർത്ഥിച്ച് കഴിയുമ്പം മാതാവ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ തോന്നി. എനിക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്കിവിടെ വരുമ്പോൾ എനിക്ക് 10 വർഷം പഴക്കമായ ഒരു രോഗം ഉണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി ഞാൻ കിടക്കുമ്പം എൻ്റെ വായിലൂടെ ഒരു തൈര് പോലെ ഒരു സംഭവം വന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ രാത്രിയും പകലും ഒരുപോലെ കിടന്ന് വിഷമിച്ച് എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഒത്തിരി സങ്കടവും, ഉറങ്ങുന്നവരെ കാണുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടിയിൽ ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എനിക്കൊത്തിരി സങ്കടം തോന്നി. ഞാൻ എന്നിട്ട് അവിടുത്തെ ആ പ്രദേശത്തുള്ള ഒത്തിരി ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചിട്ടൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാൻ അവസാനം 9 മാസത്തോളം അങ്ങനെ പോയി. പിന്നെ ഞാൻ ഫാദർ മുള്ളേഴ്സിൽ പോയി 14 ദിവസം അഡ്മിറ്റായി കിടന്നു. ആ 14ാമത്തെ ദിവസം ഞാൻ മടുത്തു. എന്നെ കൾച്ചറിങ്ങിനാന്ന് പറഞ്ഞ് ബ്ലഡും കഫവും എല്ലാം എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ അവശയായി. എന്നിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞ് എന്നെ ഒന്ന് ഡിസ്ചാർജ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അവരെ കേൾക്കേണ്ട താമസം എനിക്ക് ഡിസ്ചാർജ് തന്നു. ഞാൻ എന്നിട്ട് വീട്ടിൽ വന്നു. ഞാൻ അങ്ങനെ പിറ്റേ ദിവസം ഒരു ധ്യാനത്തിന് പോയി. അവിടെ വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനവിടെ ധ്യാനകേന്ദ്രത്തിൽ ചെല്ലുമ്പം അച്ഛൻ ഇങ്ങനെ യാക്കോബും ദൈവമായിട്ടുള്ള മൽപ്പിടുത്തമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ അങ്ങനെ ഞാനും ഈശോയോട് പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുതേ എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ 1 വർഷത്തേക്ക് എനിക്ക് ആ രോഗം വന്നില്ല. പിന്നെ എനിക്ക് ആസ്മ ഉണ്ടായിരുന്നു. ആ ആസ്മ കൂടിയപ്പോഴത്തേക്കും വീണ്ടും ആ രോഗം വന്നതെന്ന് പറഞ്ഞാൽ ആ രൂപത്തിലല്ല, അതൊരു നൂല് പോലെ ഇങ്ങനെ വരാൻ തുടങ്ങി. നൂലെന്ന് പറഞ്ഞാൽ ഒരു കൈവിരലിൻ്റെ നീളത്തിൽ ആ ചുരുണ്ട് ആ കഫത്തോടു കൂടി ഇങ്ങനെ വന്നു. ഞാൻ ഒത്തിരി വിഷമിച്ചു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം അത് ഇഞ്ചക്ഷൻ എടുത്ത് മരുന്നും തരുമ്പം ഒരാഴ്ച കഴിയുമ്പോൾ അതങ്ങ് മാറും. അങ്ങനെ മാസത്തിൽ 2-3 പ്രാവശ്യം എനിക്ക് ആ രോഗം വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഈ 10 വർഷം മുൻപോട്ട് പോയി. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം മാതാവിനെ കാണുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആദ്യം മാതാവിനെ കാണണം. ഈ രോഗത്തിൻ്റെ കാര്യമൊന്നും ഞാൻ ചിന്തിച്ചില്ല. മാതാവിനെ കാണാം മാത്രം. ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ 7 പേരാണ് അവിടെ നിന്ന് ഉടമ്പടി എടുക്കാൻ വന്നത്. മാതാവിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ എന്നോട് ആൾക്കാർ എവിടെ പോകുകയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കോട്ടയം പോകാമെന്ന് പറഞ്ഞു. 2-3 ഞാൻ വഴി മാറിപ്പോയി. ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ആരും ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വഴി മാറി പെട്ടെന്ന് ബസ് കയറിപ്പോയി. അപ്പോൾ ഞാൻ എന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും അമ്മ വന്നില്ലല്ലോ എന്ന് എന്നും പോയി അമ്മയോട് പരാതി പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓഗസ്റ്റ് മാസം അവസാനം
അമ്മ എൻ്റെ ഉള്ളിലിരുന്ന് പറയുക, നീ എന്നെ ഏറ്റു പറയാൻ ലജ്ജിച്ചില്ലേ, നീ എവിടെ പോവാന്നും പറഞ്ഞാൽ പോയത്. അത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി. ഞാൻ സെപ്റ്റംബർ 24 വീണ്ടും ഇവിടെ വന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടാണ് വന്നത്, ഞാൻ പിന്നെ കൃപാസനത്തിൽ പോവുകയാണ്, ഞാൻ ആലപ്പുഴ പോവുകയാണ്. എന്നോട് ചോദിക്കാത്ത എല്ലാവരോടും അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് തിരിച്ച് ഞാൻ പോകുമ്പം എന്നെ ഒരു വ്യക്തി കളിയാക്കി, ചില്ലേ മുത്താൻ പോയതാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി. എന്നാലും ഞാനതെല്ലാം സഹിച്ചിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനിയെങ്കിലും എൻ്റെ അടുത്തൊന്ന് വരണേ. അങ്ങനെ അമ്മ 28 ആയപ്പോഴത്തേക്ക്, സെപ്റ്റംബർ 28 ആയപ്പോഴത്തേക്ക് ഞാൻ അമ്മയോട് ഇങ്ങനെ അടുത്ത് പോയെന്ന് പറഞ്ഞ് ഞാൻ കട്ടിലെ കുത്തി പോയി ഇരുന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു, ഇതുവരെ വന്നില്ലല്ലോ എന്ന്. അങ്ങനെ 28 ഞാൻ കട്ടിലയിലിരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഹാളിൽ നിന്നും അമ്മ വളരെ പ്രകാശത്തോടു കൂടി ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ ഇതേ വേഷത്തിൽ ചിരിച്ചുകൊണ്ട് കൈ വീശി മനോഹരമായി ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. എന്നെ നോക്കി തിരിഞ്ഞു പോയി. തിരിഞ്ഞ് 2 കൈ ഉയർത്തിപ്പിടിച്ചു. മുകളിൽ നിന്ന് 2 കൈ നീണ്ടു വന്ന് അമ്മനെ പിടിച്ച് കയറ്റിക്കൊണ്ട് പോവുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഭാവനയിൽ കണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവപിതാവിൻ്റെ ഒരു രൂപമായിരുന്നു അമ്മനെ വിളിച്ച് കയറ്റിക്കൊണ്ട് പോയത്. ഞാൻ അവിടെ ഇരുന്ന് ഒത്തിരി കരഞ്ഞു. കാരണം എന്നാന്ന് വെച്ചാൽ അമ്മ എന്നോടൊന്നും മിണ്ടാതെ പോയല്ലോ, എന്തുകൊണ്ട് അമ്മ എന്നെ ഒന്നും മിണ്ടാതെ പോയത് എന്നോർത്തുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പാപിയായിട്ടാണോ അമ്മ എന്നോടൊന്നും മിണ്ടാത്തേ. അപ്പോഴാണ് ഞാൻ എന്നിട്ട് അമ്മയോട് ചോദിച്ചു, എനിക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ ഉണ്ട്, എനിക്ക് എടുത്തിയാട്ടവും കോപമൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ മനസ്സിങ്ങനെ വിചാരിച്ച് ഇങ്ങനെ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ജോസഫ് അച്ഛൻ്റെ സ്വരം എൻ്റെ ചെവിയിൽ പതിച്ചു, അമ്മ വന്നാൽ എല്ലാം ക്രമീകരിച്ചേ പോകൂ. അപ്പോഴാണ് എനിക്ക് തിരിച്ചറിവുണ്ടായി, എനിക്ക് സുബോധം ഉണ്ടായെന്ന് പറയാം. എൻ്റെ രോഗം മാറി. പിന്നെ എൻ്റെ വീട്ടിലെ സാമ്പത്തിക ഭദ്രതയുണ്ടായി. കാരണം എന്താ വെച്ചാൽ എനിക്ക് എപ്പോഴും രോഗമായിരുന്നു. രോഗമായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് മാസാവസാനം ആകുമ്പം ഞങ്ങളുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. അതൊന്നുമില്ല, അതെല്ലാം മാറ്റി തന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങളുടെ വീട് പണി അങ്ങനെ ഉഴപ്പി കിടക്കുമായിരുന്നു. വീട് പണി 2013 ഞങ്ങളൊരു വീട് പണിതായിരുന്നു. പണിത് കഴിഞ്ഞ് ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്കും അത് നനയാൻ തുടങ്ങി. എന്നിട്ട് അത് മുകളിലോട്ട് എടുക്കണോ വേണ്ടയോ അതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ട്. കാരണം ഞങ്ങളത് പണിയാതിരിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് വന്നു കഴിഞ്ഞ് വീണ്ടും അത് തീരുമാനമായി. പെട്ടെന്ന് തന്നെ പണി തുടങ്ങി. പണി തുടങ്ങിക്കഴിഞ്ഞപ്പം കൊറോണ വന്നു. പക്ഷേ എന്നാലും ഒരു തടസ്സവും കൂടാതെ പിന്നെ പിള്ളേർക്കാണെങ്കിലും ഒരു ജോലിയൊക്കെ കൊടുത്ത് തമ്പുരാനത് ഈശോയുടെ അനുഗ്രഹത്താൽ അത് പരിശുദ്ധി അമ്മ നിർവഹിച്ചു, ഞങ്ങളെ സഹായിച്ചു. കാരണം കൊറോണയുടെ ലോക്ക്ഡൗൺ ആവുന്നതിൻ്റെ തലേദിവസം ആ വീട് പണി പൂർത്തിയാക്കാൻ ബാക്കി തേപ്പൊന്നും നടന്നില്ലെങ്കിലും വാർക്ക വരെ എത്തിച്ചു. അല്ലെങ്കിൽ ഷെയർ കേസിൻ്റെ അവിടുന്ന് വെള്ളം വീണ് 2-3 മാസം മുഴുവൻ ലോക്ക്ഡൗൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾക്കതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതിനെ. പക്ഷെ അതെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു. കാരുണ്യപ്രവർത്തകൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാൻ, ക്യാൻസർ രോഗികളെയൊക്കെ സഹായിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവരെയൊക്കെ സഹായിക്കാറുണ്ട്. പിന്നെ ഒത്തിരി ത്യാഗമൊക്കെ സഹിച്ച് പള്ളിയിലും ഒക്കെ പോയി നല്ല വെയിലത്തൂടെയൊക്കെ ആണെങ്കിലും നടന്ന് ഒരു വാഹനമൊന്നും ഉപയോഗിക്കാതെ തന്നെ നടന്നു വന്ന് ആ പൈസയെല്ലാം സ്വരൂപിച്ച് വെച്ച് ഞങ്ങൾ മറ്റുള്ളവരെ പല രീതിയിൽ സഹായിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ എൻ്റെ അടുത്തൊരു ക്യാൻസർ രോഗിയായ ഒരു മകളുണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതായിരുന്നു, അക്രൈസ്തവയായിരുന്നു. അവരോടൊക്കെ ഞാനിങ്ങനെ ഈശോയെ മാതാവിനെ കുറിച്ച് പറഞ്ഞു. അവർ ഒരാഴ്ച കൃപാസനം പത്രം കൊടുത്തു കഴിഞ്ഞ് അവരത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊരു വിശ്വാസം ഉണ്ടായി. അവളിവിടെ വന്ന് പല പ്രാവശ്യം അവളെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവളുടെ രോഗം പൂർണ്ണമായിട്ട് മാറി. അവൾ ഇടയ്ക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്നേഹാലയത്തിലൊക്കെ പോയി അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതൊക്കെ മക്കൾ വന്നിട്ട് പറഞ്ഞോളും. മക്കൾക്ക് ഒത്തിരി അനുഗ്രഹം ദൈവം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മക്കൾ വരും, അവർ വന്ന് പറഞ്ഞാണ്. ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിനും ഞാൻ ഈ ആൾത്താരിൽ വെച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 9-ാം തിരുവചനം.
പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. മേഴ്സി ലൂക്ക എന്ന ഈ സഹോദരി വളരെ നിഷ്കളങ്കമായി സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരം ലഘൂകരിച്ചു കൊടുത്ത ഒരു വലിയ സൗഖ്യം നൽകിയതിൻ്റെ സാക്ഷ്യമാണിത്. പഴയ നിയമത്തിൽ നാം വായിച്ചെടുക്കുന്നത് പോലെ യാക്കോബ് ദൈവവുമായി ഒരു രാത്രി മുഴുവൻ മൽപ്പിടുത്തം നടത്തിയപ്പോൾ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഇവിടെ നിന്ന് പോകരുത്, എന്നെ വിട്ടു പോകരുത് എന്നുള്ള വലിയ പ്രാർത്ഥനയായിരുന്നു. യാക്കോബ് അതിനുള്ള ഒരു ബേസ്മെൻ്റ് ഒരുക്കിയത് എല്ലാവരെയും, തൻ്റെ ഭാര്യമാരെയും മക്കളെയും എല്ലാം അക്കരയ്ക്ക് കടത്തിയതിന് ശേഷം തനിച്ചാണ് ഒരു രാത്രിയിൽ ദൈവവുമായി ഒരു വാഗ്വാദത്തിൽ, ഒരു മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ടത്. അവസാനമാണ് ആ വാഗ്വാദത്തിൽ, മൽപ്പിടുത്തത്തിൽ യാക്കോബിന് മനസ്സിലായത് ഇത് ദൈവദൂതനാണ്, ദൈവമാണ്. അപ്പോഴാണ് യാക്കോബ് പറയുന്നത്, എൻ്റെ ഈ സംഘർഷങ്ങളെല്ലാം അവസാനിക്കാൻ നീ എന്നെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. ഇവിടെ മേഴ്സി പറയുന്നതും അത് തന്നെയാണ്. എൻ്റെ 10 വർഷമായിട്ടുണ്ടായിരുന്ന പേരറിയാത്ത ഒരു രോഗത്തെക്കുറിച്ചാണ് മേഴ്സി ഇവിടെ ഏറ്റുപറയുന്നത്. വായിൽ നിന്ന് എപ്പോഴും ഒരു തൈര് പോലെ ഒരു നുരയും പതയും വന്നിരുന്ന ഒരസുഖം. അതിന് 30ഓളം ഡോക്ടേഴ്സിനെ കണ്ടു. അവരെല്ലാം പലതരത്തിൽ പല ട്രീറ്റ്മെൻറ്റുകൾ നൽകി. പക്ഷെ എവിടെയൊന്നും ആർക്കും സൗഖ്യപ്പെടുത്താനാവാത്ത ഒരവസ്ഥയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴാണ് ഈ മകൾക്ക് അന്ന് തന്നെ പരിശുദ്ധ അമ്മയെ കണ്ടു ദർശിക്കുവാനും പരിശുദ്ധ അമ്മയെ കാണണമെന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. കാരണം തൻ്റെ കൂട്ടുകാരി പറഞ്ഞു, അവിടെ പോയാൽ നിനക്ക് അമ്മയെ കാണാം. പക്ഷേ ഇത് മറ്റുള്ളവരറിയുന്നത് വളരെ നാണക്കേടായിരുന്നു. അമ്മയെ കാണാൻ ആലപ്പുഴയിൽ പോകുന്നത് ഒരു വലിയ നാണക്കേടാണ്. അതുകൊണ്ട് ബസ് പല വഴിക്ക് തിരിച്ചുവിട്ട് പല വഴിയിലൂടെയുള്ള ബസ്സുകളിലൊക്കെ കയറി ആരും അറിയാതെയാണ് അമ്മയെ കാണാൻ ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴുണ്ടായ പരിശുദ്ധ അമ്മ അവർക്ക് നൽകിയ അനുഗ്രഹം, സാമീപ്യം, ദർശനം വളരെ വലുതായിരുന്നു. ജീവിതത്തിൽ നിന്നൊരിക്കലും തുടച്ചു മാറ്റാനാവാത്ത വിധം പരിശുദ്ധ അമ്മ സ്നേഹിച്ച് ഒപ്പിയെടുത്ത ദൈവപിതാവിൻ്റെ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിച്ച വലിയ അനുഗ്രഹമാണ് ഈ മകൾക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ ഒരുപാട് നാളായിട്ടുണ്ടായിരുന്ന ആസ്മ രോഗം എടുത്തു മാറ്റുകയും സൗഖ്യപ്പെടുകയും ചെയ്തു. സൗഖ്യത്തേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ജീവിതാനുഭവത്തേക്കാൾ കൂടുതൽ ഈശോയെ അനുഭവിക്കാൻ സാധിക്കുന്നു. തൻ്റെ എല്ലാ അവസ്ഥകളിലും പരിശുദ്ധ അമ്മ ഇടപെടുന്നു. അവരുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ശക്തമാണ്. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ നീ മനസ്സിലാക്കുന്നില്ലേ എന്ന് അമ്മയും മകളും ഒരുപാട് അടുത്ത് സംസാരിക്കുകയും ഈശോയെ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് ഈ ഒരു ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായി ഇന്ന് മേഴ്സി ഏറ്റു പറയുകയാണ്. നാം ഉടമ്പടിയിലേക്ക് വരുന്നത് നമ്മുടെ അനുഗ്രഹങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രമായിരിക്കരുതെന്ന് മേഴ്സി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഉടമ്പടി എടുത്താൽ അനുഗ്രഹം ഉറപ്പ്, ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് ഇവിടെ കൂടി ലക്ഷക്കണക്കിന് ആളുകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. മേഴ്സി കൂടി അത് സാക്ഷ്യപ്പെടുത്തുന്നത് നാം ഉടമ്പടി എടുക്കുന്നത് അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രമായിരിക്കരുത്. നാം ഉടമ്പടി പുതുക്കുന്നത് അനുഗ്രഹത്തിന് വേണ്ടി മാത്രമായിരിക്കരുത്, അഭിഷേകത്തിന് വേണ്ടി കൂടിയായിരിക്കണം. അഭിഷേകം ലഭിക്കുമ്പോഴാണ് നമുക്ക് ആത്മീയ അധികാരമുണ്ടാകുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ദിവ്യബലിയിലൂടെ നമ്മോട് പങ്കുവച്ചിരുന്നതാണ്. നമുക്ക് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ നാം ഏറ്റുപറയേണ്ടത് വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ മാത്രമാണ് ക്രിസ്തു കൈമാറ്റവും ക്രിസ്തു രൂപീകരണവും ഉണ്ടാകുന്നത്. നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്, സ്വർഗം പ്രാപിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ നമുക്ക് നമ്മുടെ ഉടമ്പടി എപ്പോഴും മുന്നോട്ട് വയ്ക്കാം, ജീവിച്ചുകൊണ്ടിരിക്കാം. മേഴ്സി ലൂക്കയ്ക്ക് ലഭിച്ച വലിയ അനുഗ്രഹത്തിന്, വലിയ സൗഖ്യത്തിന്, ജീവിതാനുഭവത്തിന് നല്ലൊരു കയ്യടി നൽകി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.